ബിഗ് ബോസ് മലയാളം സീസൺ 7 നമ്മൾ കുറെ നേരമായിട്ട് നോക്കിയിരിക്കുകയാണ്. ഇതുവരെ ഒരു പ്രൊമോ ഒന്നും വന്നിട്ടില്ല. രാവിലെ ഒരു വീഡിയോ വന്നിരുന്നു. പണിക്കിനി മണിക്കൂറുകൾ മാത്രം, 7ന്റെ പണിക്കിനി മണിക്കൂറുകൾ മാത്രം എന്ന് പറഞ്ഞിട്ടൊരു പ്രൊമോ വന്നിട്ടുണ്ട്. പക്ഷെ ഉച്ചയ്ക്ക് ശേഷം എന്തായാലും പ്രൊമോസ് വരും. കാരണം എല്ലാവരും വെയിറ്റിംഗിലാണെന്നറിയാം. പക്ഷേ ഇതിനിടയിൽ ചില വീഡിയോകളൊക്കെ ഞാൻ കണ്ടിരുന്നു. അതായത് ബിഗ് ബോസിനകത്ത് അടി പൊട്ടിയിട്ടുണ്ട്. രേണു സുധി വന്ന് കയറിയ ഉടനെ തന്നെ അടി ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള വാർത്തകളൊക്കെ കാണുന്നുണ്ട്. ചിലപ്പോൾ ശരിയായിരിക്കും കേട്ടോ. കാരണം രേണു സുധി കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആകും എന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം അവർക്ക് അവരുടെ ഒരു സോഷ്യൽ മീഡിയയിലുള്ള ഒരു ഒരു ഇതുവരെയുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ യാതൊരു കൂസലുമില്ലാതെ എന്തിനേയും നേരിടുന്ന ഒരു കണ്ടസ്റ്റന്റ് ആവാൻ സാധ്യതയുണ്ട്. അവർക്ക് നെഗറ്റീവ് ഒന്നും വലിയ പ്രശ്നമായിട്ടുള്ള ഒരാളല്ല. എല്ലാ പ്രതിസന്ധിയും നേരിടാൻ തയ്യാറായിട്ട് ബിഗ് ബോസിലേക്ക് കയറിപ്പോയിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രേണു സുധി ചിലപ്പോൾ ആദ്യ ദിവസം തന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യത കാണുന്നുണ്ട്. രേണു സുധി മാത്രമല്ല, കേട്ടെടുത്തോളം ഈ സീസണിൽ അകത്ത് കയറിയിരിക്കുന്ന 6-7 കണ്ടസ്റ്റൻസ് എന്ത് പ്രശ്നം വന്നാലും ഫേസ് ചെയ്യാൻ തയ്യാറായിട്ട് പോയിരിക്കുന്നവരാണ്. അവർക്കൊന്നും ഒരു വിഷയമേ അല്ല, ഇമേജ് കോൺഷ്യസേ അല്ലെന്നാണ് അറിയാൻ കഴിയുന്നത്. സോ അങ്ങനെയുള്ള കണ്ടസ്റ്റൻസ് ആണ് ബിഗ് ബോസിന് ആവശ്യം. വളരെ ക്ലാസ് ആയിട്ട് ഗെയിം കളിക്കാൻ പറ്റുന്ന കണ്ടസ്റ്റൻസ് ഒക്കെ അതിനകത്ത് ഉണ്ടെന്നാണ് അറിയുന്നത്. എന്തായാലും ഇത് നമ്മൾ കേട്ട് കേൾവിയാണല്ലോ, നമുക്ക് കണ്ടിട്ട് തീരുമാനിക്കാം നന്നായിട്ട് കളിക്കുമോ ഇല്ല എന്നൊക്കെ ഉള്ളത്. അതിപ്പോൾ ഒരു ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒന്നും നമുക്കൊരാളെ വിലയിരുത്താൻ കഴിയണമെന്നില്ല. എന്തായാലും ബിഗ് ബോസിനകത്ത് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന കുറച്ച് കണ്ടസ്റ്റൻസ്, ഒരാളോ 2 പേരോ പോരാ, ഒരുപാട് കണ്ടസ്റ്റൻസ് ഒരു സീസണിൽ വേണമെന്നാണ് എപ്പോഴും നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. ഈ സീസണിൽ അങ്ങനെ ആകുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, കണ്ടസ്റ്റൻസ് ബിഗ് ബോസിനകത്ത് കയറിയിട്ട് അവരാദ്യം ശ്രദ്ധിക്കേണ്ടത് നെഗറ്റീവായാലും പോസിറ്റീവായാലും പെട്ടെന്ന് പ്രേക്ഷകരുടെ അറ്റൻഷൻ നേടിയെടുക്കുക എന്നുള്ളതാണ്. അതിന് ഒരു അടി ഉണ്ടാക്കേണ്ടി വന്നാൽ അടി ഉണ്ടാക്കാൻ മടി കാണിക്കരുത്. പിറ്റേ ദിവസത്തെ പ്രൊമോയിൽ നമ്മൾ വരുന്നു എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല, പ്രത്യേകിച്ച് ആദ്യ പ്രൊമോയിൽ വരിക എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഒരുപാട് പ്രതീക്ഷകളുള്ള ഒരുപാട് കണ്ടസ്റ്റൻസ് ഈ സീസണിലുണ്ട്. കൂടുതൽ അപ്ഡേറ്റുകളുമായി വരാം. ബൈ.